ശ്രീ SGR കുമാർ, ഇപ്പോൾ കേരള ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് കോടതി സമഗ്രമായ അന്വേഷണം വേണം. ഒപ്പം ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ മുഴുവൻ വിഷയങ്ങളും രജിസ്ട്രാർ ഉൾപ്പെടെ സ്ട്രോങ് റൂം ഉൾപ്പെടെ സ്വർണ്ണങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ശബരിമല കർമ്മസമിതി ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഏതായാലും കേരള ഹൈക്കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. ഈ ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ട സമയത്ത്, അതുകൂടാതെ അതുരുക്കി അതിന്റെ വെയിറ്റ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കിയ സമയമൊക്കെ ഈ ചർച്ച വന്നപ്പോഴൊക്കെ നമ്മൾ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളിയുടെ വിഷയം മാത്രമല്ല, തീർച്ചയായിട്ടും അവിടെ ഭക്തന്മാർ സമർപ്പിച്ച ധാരാളം കാര്യങ്ങൾ, സ്വർണം മാത്രമല്ല വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഒരു കണക്കെടുപ്പ് ആവശ്യമാണെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ശക്തമായ രീതിയിൽ. അത് നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിഷയത്തിൽ അതിന് കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ നമ്മൾ കൊടുത്ത കേസിലും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ യാതൊരു തരത്തിലും വേണ്ട ഒരു പരിഗണന നൽകാൻ സാധിക്കാത്ത, അതല്ലെങ്കിൽ അവിടെയുള്ള വസ്തുവകകൾ വേണ്ട തരത്തിൽ സൂക്ഷിക്കാൻ പോലും വേണ്ട നടപടികൾ എടുക്കാത്ത കേരളത്തിലെ സർക്കാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും ഒക്കെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഇവർക്കൊന്നും ശബരിമലയിലെ ഒരു കാര്യം, ആചാര കാര്യത്തിൽ മാത്രമല്ല വികസനത്തിന്റെ കാര്യത്തിലല്ല ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും, കൂടാതെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും കർമ്മസമിതി ശക്തമായ രീതിയിൽ കോടതിയോട് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. എന്തായാലും ആ വിഷയം കോടതി പരിഗണിച്ചു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാതെ വയ്യ, ഇത് വളരെയധികം കാലങ്ങളായി ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയം അല്ലത്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് 1999 മുതലുള്ള കാര്യം അന്വേഷിക്കുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും പല വിവരങ്ങളും പുറത്തേക്ക് വരും. നമ്മൾ പല വാർത്തകളും ശ്രദ്ധിച്ചാൽ എനിക്കത് 2023 തന്നെ ഏതാണ്ട് 180ഓളം പവൻ സ്വർണം ഈ ക്ഷേത്രത്തിൽ സ്വീകരിക്കുകയും അത് ആറന്മുള ശരിക്കും സ്ട്രോങ് റൂമിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണ്. പക്ഷെ കൈമാറ്റം ചെയ്യാതെ അത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥ കൈവശം നിന്ന് കണ്ടെത്തിയ ഒരു വിഷയം അന്ന് പുറത്തു വന്നതാണ് 2023. അതും ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം ഈ 180 പവൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം വില പിടിച്ച വസ്തുക്കളാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ സർക്കാർ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന രൂപ ഇപ്പൊ 2023-24 കാലഘട്ടത്തിൽ തന്നെ ചാക്ക് കണക്കിന്, അതായത് ഈ ഭക്തന്മാർ സമർപ്പിച്ച നോട്ടുകൾ, കറൻസി നോട്ടുകൾ അത് വേണ്ട തരത്തിൽ സൂക്ഷിക്കാതെ അത് നശിച്ചു പോയിട്ടുണ്ട്. അതായത് ചാക്ക് കണക്കിനുള്ള ഇത്തരം നോട്ടുകൾ കത്തിച്ച സംഭവമുണ്ട്. ഇതെല്ലാം പുറത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് ശബരിമലയിലെ ഈ വസ്തുക്കളും വരുമാനവും എല്ലാം ഒരു വേണ്ട അശ്രദ്ധമായിട്ട്, എത്രത്തോളം അശ്രദ്ധമായിട്ട് സാധിക്കുമോ അത്രത്തോളം അശ്രദ്ധമായിട്ട് ചെയ്യും. അവിടെ എല്ലാം ഈ അശ്രദ്ധയുടെ കാരണം മറ്റൊന്നുമല്ല, ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അത് മോഷണത്തിനും അവിടുന്ന് കൃത്യവിലോപം കാണിക്കുന്നതിനും അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇടപെടുന്നവർക്ക് കൊണ്ട് സഹായം ചെയ്യുന്നതിനും വേണ്ടി ദേവസ്വം ബോർഡ് കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രോങ് റൂമിലെ ഈ സ്വർണത്തിന്റെ മാത്രം പോരാ, ഞാനീ പറഞ്ഞ പോലെ ഭക്തജനങ്ങൾ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും കാര്യം കൂടെ വരണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോടതിയിൽ ഇടപെട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ശ്രമിക്കും. കാരണം ഞാനീ പറഞ്ഞ ഈ ഭക്തജനങ്ങൾ സമർപ്പിച്ച നോട്ട്, രത്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുക, എവിടെയൊക്കെ പോയി. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ ഭക്തർ സമർപ്പിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 180 പവൻ 2023 സ്ട്രോങ് റൂമിൽ എത്താതെ ഇരുന്ന് അന്വേഷിച്ചപ്പോൾ ദേവസ്വത്തിന്റെ പല ജീവനക്കാരുടെയും കൈവശം കണ്ടെത്തിയത്. എന്ന് പറഞ്ഞ പോലെ ഭക്തന്മാർ സമർപ്പിക്കുന്ന എല്ലാം സ്ട്രോങ് റൂമിൽ എത്തണമെന്നില്ല. രണ്ട്, ഇപ്പൊ തന്നെ ഈ വിഷയത്തിൽ തന്നെ അറിയാം പല കാര്യങ്ങളും സ്ട്രോങ് റൂമിൽ റെക്കോർഡിലില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, ഇനിയെങ്കിലും കോടതി ഇടപെട്ട് ഈ ഭക്തന്മാർ എന്ത് കാര്യം സമർപ്പിച്ചാലും തീർച്ചയായിട്ടും അത് നമ്മുടെ കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷനോ അത്തരത്തിൽ ആരെങ്കിലും അവരുടെ നേതൃത്വത്തിൽ അത് ആദ്യമേ തന്നെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം മാത്രം അവിടെ സ്വീകരിക്കുന്ന തരത്തിൽ, അത് ഭക്തജനങ്ങളുടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നത് ആരെങ്കിലും ഏൽപ്പിക്കുകയോ അതാരും ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കുകയോ ചെയ്താൽ മാത്രമേ, വിലപിടിപ്പുള്ള എന്തും ആ റെക്കോർഡിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി എന്ന് ഉറപ്പ് വരുത്തുന്നത് ഭക്തന്റെയും കൂടെ ബാധ്യതയാണ്. കാരണം നമുക്കിന്ന് വിശ്വാസയോഗ്യമില്ലാത്ത ആളുകളെ ഭരിക്കുന്ന നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മൾ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ വിഷയം കൂടെ കൊണ്ടുവരും. അതായത് വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കളും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അവിടെ രജിസ്റ്ററിൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ കമ്മീഷണർ സാന്നിധ്യത്തിൽ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം മാത്രം
എന്നാൽ മാത്രമേ ഇപ്പൊ തന്നെ സ്ട്രോങ് റൂമിൽ പല കാര്യങ്ങളും ഉണ്ടാവില്ല, രജിസ്റ്റർ ഉണ്ടാവില്ല, അത് കോടതി തന്നെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കമ്മീഷനാണ് അന്വേഷിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭക്തജന സംഘടനകൾക്കും ഭക്തജനങ്ങൾക്കും അതുപോലെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആചാരപരമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അവിടെ ചില മൊഴി നൽകാനുള്ള അവസരം ഉണ്ടാവും. തീർച്ചയായിട്ടും കർമ്മസമിതി ആ വിഷയത്തിൽ ഒരു യോഗം തന്നെ വിളിച്ചുകൂട്ടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഏതൊക്കെ കാര്യം ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തീർച്ചയായിട്ടും അതിനുവേണ്ടി ചർച്ച നടത്തി തീരുമാനമെടുത്ത് അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിലേക്ക് കൊണ്ടുവരികയും ഇതിൽ കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ 2-3 വിഷയങ്ങൾ കോടതി ശ്രദ്ധയിൽ തന്നെ പെടുത്തുകയും ചെയ്യും. എന്തായാലും ഇത്രത്തോളം ഒരു തീരുമാനം എടുത്ത കോടതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരം ഒരു കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്നുകൂടി ആലോചിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദേവസ്വം സംവിധാനം ശരിയാണോ, ഈ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും രണ്ടുപേരിൽ വിശ്വാസം നഷ്ടപ്പെടണമെന്ന് കഴിഞ്ഞ നമ്മുടെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ നമ്മളൊരു പ്രമേയം അവതരിപ്പിച്ച് എല്ലാവരും ശ്രദ്ധയപ്പെട്ട് കാണും. കേന്ദ്ര സർക്കാരിനോട് ഇതിൽ ഇടപെടണം നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ പ്രധാന കാര്യം ഇടതു വലതു സർക്കാരുകളുടെ എല്ലാവിധത്തിലുള്ള ഇത്തരം പ്രവർത്തനം കൊണ്ട് നമുക്ക് അവരിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കെന്ന് ഞാൻ പറയും ഭക്തജനങ്ങളുടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിലും തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഇടപെടലുകളും അതുപോലെ അതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്വർണം കവർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് വേണ്ട തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം ശബരിമല ആവശ്യമുണ്ട് എന്നാണ് ഇത്തരത്തിൽ ഈ അവസരത്തിൽ പറയാനുള്ളത്.